മോഹൻലാൽ അദ്ദേഹം ഈയിടെ ആദിലയ്ക്കും നൂറയ്ക്കും ഫേവറബിൾ ആയി ഒരു സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസിൽ പറഞ്ഞു. എന്നാൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ അദ്ദേഹത്തിന് പോലും പഴി കേൾക്കേണ്ടി വന്നു. ഈ LGBTQ കമ്മ്യൂണിറ്റി ശരിക്കും സമൂഹത്തിന് ആപത്താണ്, സമൂഹത്തിലേക്ക് കറക്റ്റായ സന്ദേശമല്ല നൽകുന്നത്, അവര് ശരിക്കും പറഞ്ഞാൽ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള വേഷം കെട്ടുന്നതെന്നും ഇവരിങ്ങനെ ആയിത്തീർന്നത് ഇവരുടെ മാത്രം പ്രോബ്ലം കൊണ്ടാണ് എന്നാണ് ഇവർക്കെതിരായി സംസാരിക്കുന്നവരുടെ ഭാഷ്യം. നമുക്കിതിനെ സപ്പോർട്ട് ചെയ്യണോ അതോ നിരാകരിക്കണമോ എന്നുള്ളത് അങ്ങോട്ട് മാറ്റിവെക്കാം. എന്നിട്ട് ഇതിന്റെ മെഡിക്കൽ സൈഡ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദിലയുടെയും നൂറയുടെയും കാര്യത്തിൽ അവര് ലെസ്ബിയൻ കപ്പിളാണ്. ലെസ്ബിയൻ, ഗേ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആകുന്നത് ശരിക്കും പറഞ്ഞാൽ ജന്മനാ ഉള്ള ജനിതക ഹോർമോൺ അല്ലെങ്കിൽ തലച്ചോറിന്റെ വ്യത്യാസങ്ങൾ ഇവയൊക്കെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ഗേ ആകാൻ ജനിതക ഘടകങ്ങൾ 8 to 25% സ്വാധീനിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഗർഭാവസ്ഥയിൽ കുഞ്ഞിന്റെ വികസന സമയത്തുണ്ടാകുന്ന പ്രിനേറ്റൽ ഹോർമോണുകൾ ഇതിനൊരു കാരണക്കാർ തന്നെയാണ്, പ്രത്യേകിച്ച് ആൻഡ്രോജൻ പോലെയുള്ളവ. ഇവ തലച്ചോറിന്റെ വികസനത്തെ സ്വാധീനിക്കുന്ന കാര്യമാണ്. അത് പിന്നീട് സെക്ഷൽ ഓറിയന്റേഷനെയും അതുപോലെ തന്നെ ജെൻഡർ ഐഡന്റിറ്റിയും ബാധിക്കാറുണ്ട്. ഗർഭകാലത്ത് ഗൊണാഡൽ സ്റ്റിറോയിഡുകൾ കുഞ്ഞിന്റെ ലൈംഗിക ആകർഷണത്തെയും ലിംഗാധിഷ്ഠിത പെരുമാറ്റത്തെയും ഒക്കെ സ്വാധീനിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ആൺകുഞ്ഞുങ്ങളിൽ ടെസ്റ്റോസ്റ്റിറോൺ കുറവാണെങ്കിൽ ഗേ ആകാൻ സാധ്യത കൂടുതലാണ്, പെൺകുഞ്ഞുങ്ങളിൽ കൂടുതലാണെങ്കിൽ ലെസ്ബിയൻ ആകാനും സാധ്യതയുണ്ട്. ഇനി CAH അതായത് കൺജനൈറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലാസിയ പോലുള്ള അവസ്ഥകളിൽ പെൺകുഞ്ഞുങ്ങളിൽ ആൻഡ്രോജൻ കൂടുതലാണെങ്കിൽ അവർ ലെസ്ബിയൻ അല്ലെങ്കിൽ ബൈസെക്ഷൽ ആകാനും സാധ്യതയുണ്ട്. തലച്ചോറിന്റെ ഘടനയും പ്രവർത്തനവും ഒക്കെ LGBTQ+ ആയവരിൽ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഗേ പുരുഷന്മാരുടെ തലച്ചോറിലെ ഹൈപ്പോ തലാമസ് സ്ത്രീകളുടെ ഇതിനോട് സാമ്യമുള്ളതാണ്. ട്രാൻസ്ജെൻഡർ ആയവർക്ക് അവർ ജനിച്ച സമയത്തുണ്ടായ ആ ലിംഗത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറാൻ യാതൊരു വൈദ്യശാസ്ത്ര ചികിത്സയും ഇന്ന് നിലവിലില്ല. ജെൻഡർ ഐഡന്റിറ്റി ശരിക്കും ഒരു രോഗമല്ല, ഹോർമോൺ ചികിത്സയോ അല്ലെങ്കിൽ സർജറിയോ ഒക്കെയാണ് ഇതിന് ഒരു ആശ്വാസം കൊടുക്കുന്ന കാര്യങ്ങൾ. അതായത് ജനന സമയത്ത് ശരീരത്തിലുണ്ടായ ലിംഗത്തിൽ നിന്ന് ബ്രെയിനിലെ ചിന്തകൾക്കനുസരിച്ചുള്ള ലിംഗത്തിലേക്കുള്ള ശസ്ത്രക്രിയ, അതിനുവേണ്ട ഹോർമോൺ, ഇങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻ സർജറി എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സർജറിയാണ്. ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ള സർജറി ആയിട്ട് പോലും മിക്കപ്പോഴും അവരത് തിരഞ്ഞെടുക്കുന്നത് അതുമൂലമേ അവർക്ക് സാറ്റിസ്ഫാക്ഷനോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുകൊണ്ടാണ്. എന്നാൽ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആണ് പെണ്ണാകാൻ വേണ്ടി കുത്തിവെക്കുന്ന ഹോർമോണിന് പകരം ആണ് തന്നെ ആയിരിക്കാൻ വേണ്ടിയുള്ള ഹോർമോൺ കുത്തിവെച്ച് നന്നായി കൂടെ എന്ന്. അതിന്റെ ഭാഗമായിട്ടൊരു തെറാപ്പിയാണ് കൺവേർഷൻ തെറാപ്പി, അതായത് ലൈംഗികതയോ ലിംഗബോധമോ ഒക്കെ മാറ്റാൻ ശ്രമിക്കുന്ന തെറാപ്പി. ഇത് ശരിക്കും ഫലപ്രദമായ ഒരു കാര്യമല്ല. മാത്രമല്ല ഇത് ഡിപ്രഷൻ, അതുപോലെ തന്നെ സൂയിസൈഡൽ ടെൻഡൻസി, മാനസിക പ്രശ്നങ്ങൾ ഇവയൊക്കെ വർദ്ധിപ്പിക്കാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇത് ശാസ്ത്രീയമായി തെറ്റാണെന്നും അതുകൊണ്ട് വലിയ ഫലം ഉണ്ടാകുന്നില്ല എന്നുമാണ് WHO പോലെയുള്ള സംഘടനകൾ പറയുന്നത്. ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ, അതായത് മെയിൽ ഓർ ഫീമെയിൽ പോലെ തന്നെ ജനിതകമായിട്ടുള്ള ഒരു കാര്യമാണ് LGBTQ+ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അത്രയും നോർമലായ ഒരു കാര്യത്തെയാണ് നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. അത്രയും ഓർഗാനിക്കായി തന്നെയാണ് അത് സംഭവിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ LGBTQ+ ഐഡന്റിറ്റികൾ ജനിതക ഹോർമോൺ, തലച്ചോർ വ്യത്യാസങ്ങൾ ഇവ മൂലമാണ് ഉണ്ടാകുന്നത്, അല്ലാതെ വളർത്തുദോഷം കൊണ്ടോ സൗഹൃദം കൊണ്ടോ ജീവിത സാഹചര്യങ്ങൾ കാരണമോ അല്ല.